Welcome back to our Puma University admission series. In part 1, we covered how to register on the university portal and upload your documents. Now in part 2, let's move on to the most important step, selecting your courses and preferred colleges. Let's get started. ഇവിടെ നിങ്ങളുടെ യുണീക്ക് ഐ ഡി ആൻഡ് പാസ്വേഡ് കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്ത ശേഷം സെലക്ട് പ്രോഗ്രാം എന്ന സെഷനിലേക്ക് നമുക്ക് പോകാം. അവിടെ നിങ്ങൾക്ക് പ്രോഗ്രാം ആപ്ലിക്കേഷൻസ് നമ്മൾ ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ കോളേജാണ് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് പ്രിഫറൻസ് നമ്മൾ വെക്കേണ്ടത് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് പ്രോഗ്രാം സെലക്ഷൻ എന്ന ഏരിയയിൽ സെലക്ട് ദ പ്രോഗ്രാം യു വാണ്ട് ടു അപ്ലൈ എന്നുള്ള സെഷൻ നമുക്ക് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഏത് പ്രോഗ്രാമാണ് പ്രോഗ്രാം ലെവൽ എന്നുള്ളത് ചൂസ് ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രോഗ്രാം ലെവൽ. അവിടെ നമുക്ക് രണ്ട് ടൈപ്പ് പ്രോഗ്രാം, അതായത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആൻഡ് ബാച്ചിലർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് കൊടുക്കാം. ഓരോ കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണ് അതിനെ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു പർട്ടിക്കുലർ കോഴ്സ്, അത് അവൈലബിൾ ആയിട്ടുള്ള കോളേജ്, അതിന്റെ പ്രിഫറൻസ് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ഒരു കോഴ്സ് പ്രോഗ്രാം ലെവൽ സെലക്ട് ചെയ്തതോടെ അതിൽ ഉൾപ്പെടുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മൾ ബികോം ബാച്ചലർ ഓഫ് കൊമേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോയി. അതിൽ തന്നെ പല സ്ട്രീംസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് വേണ്ട സ്ട്രീം നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ബാച്ചലർ ഇൻ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് എന്നുള്ള ഒരു സ്ട്രീം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനുശേഷം അവിടെ കാണാൻ പറ്റും ഇൻസ്ട്രക്ഷൻ. You are required to fill at least one preference. മിനിമം നമ്മൾ ഒരു പ്രിഫറൻസ് എങ്കിലും അവിടെ കൊടുക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കോളേജിന്റെ പേരൊക്കെ സെർച്ച് ചെയ്യാനുണ്ട്. മുംബൈ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള വരുന്ന കോളേജുകളുടെ പേരുകളൊക്കെ ഒന്ന് നമ്മൾ നോട്ടീസ് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ് നല്ല കോളേജ് നമുക്ക് വേണ്ടതെന്ന് നോട്ടീസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ കോളേജ് ആ കോഴ്സ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, അതിന് പ്രിഫറൻസ് എത്രാമത്തെയാണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യണം. നമ്മൾ പ്രൊസീഡ് കൊടുക്കാം. ഇവിടെ കോഴ്സ് സെലക്ട് ചെയ്യാം. നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടത്, ഇവിടെ ഒരുപാട് കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോഴ്സ് ചെയ്യാം. ദെൻ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവിടെ നിന്ന് വായിക്കാനായിട്ട് സാധിക്കും. അതെല്ലാം കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. അത് വായിച്ച ശേഷം നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതുപോലെ ഓരോ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെതായ എലിജിബിലിറ്റി നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആ കോഴ്സിന് വേണ്ടി എല്ലാം തന്നെ ഇങ്ങനെ നമുക്ക് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ വായിച്ചു നോക്കാവുന്നതാണ്. ഇവിടെ കാണുന്ന പോലെ നമുക്ക് തന്നിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദെൻ അതിന്റെ പ്രിഫറൻസ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ബിർള കോളേജ് കാണാൻ പറ്റും. ബിർള കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആൻഡ് കൊമേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതല്ല നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ പ്രിഫറൻസിൽ അത് ആഡ് ചെയ്യണ്ട. ഓർ നമുക്ക് വേണ്ടുന്ന കോളേജ് ഏതാണോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗുരുനാനക് കോളേജ് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ അവിടെ നോട്ട് ഇൻട്രസ്റ്റഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഏത് പ്രിഫറൻസ് ആണെന്നുള്ളത് ഓപ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ജെയിൻ കോളേജ് കാണാൻ പറ്റും, മുംബൈ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പർട്ടിക്കുലർ കോളേജ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിന് എത്രാമത്തെ പ്രിഫറൻസ് ആയിരിക്കണം എന്നുള്ളത് ഇവിടെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. മിനിമം നമ്മൾ ഒരു കോളേജെങ്കിലും പ്രിഫറൻസ് സെലക്ട് ചെയ്തിരിക്കണം. ഫസ്റ്റ് പ്രിഫറൻസ് ഒരു കോളേജെങ്കിലും നമുക്ക് വെച്ചിരിക്കണം. ഇത് നമ്മൾ ജെയിൻ കോളേജിന് ഫസ്റ്റ് പ്രിഫറൻസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്ന കോളേജ് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഒരു ഓപ്ഷൻ മാത്രമല്ല നമുക്ക് വെക്കാൻ സാധിക്കുക. മോർ ദാൻ വൺ കോളേജ് നമുക്ക് വെക്കാം. ഒരേ കോഴ്സ് അവൈലബിൾ ഒരുപാട് കോളേജസ് ഉണ്ട്. ആ കോളേജുകൾ നമുക്ക് കോളേജിന്റെ കോഡ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അവർ നിങ്ങൾ അതിന്റെ പേര് നോക്കുക. നിങ്ങൾ പ്രിഫറൻസ് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. നമ്മൾ ഒരു കോളേജ് സെലക്ട് ചെയ്തു, സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ് നമ്മൾ വെച്ചു. അതുപോലെ നമുക്ക് ഒരു 5 പ്രിഫറൻസ് നമുക്ക് പ്രിഫറൻസസ് കൊടുത്ത ശേഷം
നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ദെൻ അത് പ്രൊസീഡ് ചെയ്ത ശേഷം നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരു കോളേജ് അതിന്റെ ഒരു കോഴ്സ് അതിന് ചേർന്ന കോളേജുകൾ നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തതിന്റെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏതൊക്കെയാണ് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ കാണാൻ നമ്മൾ വെച്ചിട്ടുള്ള 5 പ്രിഫറൻസസ് ഏതൊക്കെയാണെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അവിടെ നമ്മൾ മുമ്പോട്ട് പോവാം. പേഴ്സണൽ ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് അത് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. പാർട്ട് 1 വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാവുന്നതാണ്. നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. ദെൻ നിങ്ങളുടെ 10th അതായത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഫോർ 10th നിങ്ങൾ ആഡ് ചെയ്യണം. ഇവിടെ ഏത് ഇയറിൽ നിങ്ങൾ പാസ് ഔട്ട് ആയി, ഏത് സ്കൂളാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഏത് ബോർഡാണ് പഠിച്ചത് എന്നുള്ളത് നിങ്ങൾ ആഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നമ്മൾ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് ഡിവിഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അത് മെയിനായിട്ടൊരു കാര്യമാണ്. ഏതൊക്കെയാണ് നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷൻ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കണം. അതുപോലെ ഇപ്പോഴത്തെ പെർസെൻറ്റേജ് മാർക്ക് ഒപ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ കൊടുക്കണം. അവിടെ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. 12th ഡീറ്റെയിൽസ് നമുക്ക് ഇത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളെല്ലാം 12th റിസൾട്ട് ഒക്കെ വന്നിട്ട് എല്ലാവരും പാസ് ആയതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യുക. ദെൻ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകും. അക്കാഡമിക് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തത് അവിടെ നിങ്ങൾ എലിജിബിലിറ്റി കാര്യമായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ കൊടുത്ത എല്ലാ ഡാറ്റയുടെയും റിവ്യൂ ഇവിടെ വരുന്നതാണ്. അതെല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണം. എല്ലാം കറക്റ്റ് ആണ്. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. പിന്നെ അതർ ഡീറ്റെയിൽസ് നമ്മൾ ആദ്യമേ കണ്ടതാണ്. നിങ്ങൾക്ക് മെഡിക്കൽ അറ്റൻഷൻ നീഡ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ആദ്യം ഇതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡാറ്റയാണ്. നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഇതെല്ലാം ഓൾറെഡി സബ്മിറ്റ് ചെയ്ത ഡാറ്റയാണ്. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ അതൊക്കെ തന്നെ ജനറേറ്റ് ആയി വരുന്നത്. സോ അപ്ലോഡ്സും നമുക്ക് അറിയാമായിരുന്നു. നമ്മൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സിഗ്നേച്ചർ, ദെൻ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അങ്ങനെയാണ് നിങ്ങളെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യണം. കൊടുത്ത ഡാറ്റ എല്ലാം നിങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. അതിൽ നിങ്ങൾ വെരിഫൈ ചെയ്യണം എന്തൊക്കെ ഡാറ്റയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതിൽ തന്നെ നെയിം ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കാണാം, കാറ്റഗറി, ജെൻഡർ, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം, അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ബോക്സ് എല്ലാം നമ്മൾ നോട്ടീസ് ചെയ്ത ശേഷം പോകാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കാണാനായിട്ട് പറ്റും. നമ്മൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ പ്രൊഫൈലിലേക്ക് തിരിച്ചു വരാം. സോ അവിടെ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രിവ്യൂ നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത ഒരു കോഴ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും എല്ലാം റിപ്പീറ്റ് തന്നെ ചെയ്യുക. വീണ്ടും നമ്മൾ പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ പോകുന്നു. അവിടെ ഏത് പ്രോഗ്രാമാണ്, വീണ്ടും നമുക്ക് ഏത് പ്രോഗ്രാം സെലക്ട് ചെയ്യണം, അതിന് ഏത് കോളേജ് എന്നുള്ള പ്രിഫറൻസസ് ആഡ് ചെയ്യാം. പ്രൊസീഡ് കൊടുക്കുക. വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കൂടെ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ എല്ലാം നമുക്ക് ഡാറ്റ ഇവിടെ കാണാം. ഏതാണ് സബ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ദെൻ നമുക്ക് നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. അത് നമുക്ക് പ്രിന്റ് ചെയ്ത് ഒരു സോഫ്റ്റ് കോപ്പി നമ്മുടെ കയ്യിൽ കരുതുക. നമുക്ക് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സോഫ്റ്റ് കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദെൻ ഇതിന്റെ ID, പാസ്വേഡ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.